നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഇന്ന് പ്രധാനമായും 3 വാർത്തകളാണ് ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിപ്പയിൽ 7 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി, ഒപ്പം 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി നിപ്പ ബാധിച്ച് മരണപ്പെട്ട വാർത്ത. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജോ ബൈഡൻ പിന്മാറിയ വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത് കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്ത. ഈ 3 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഒട്ടുമിക്ക പത്രങ്ങളിലും ഉള്ളത്. നമുക്ക് ഓരോ പത്രങ്ങളും എങ്ങനെയാണ് ഈ വാർത്തകൾ നൽകിയിട്ടുള്ളതെന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം കേരള കൗമുദിയാണ്. കേരള കൗമുദി നിപ്പ ജീവനെടുത്തു, നേരിടൽ ശക്തം എന്ന തലക്കെട്ടോടുകൂടി മരണപ്പെട്ടു പോയ 14 വയസ്സുകാരൻ പയ്യന്റെ മൃതശരീരവുമായി ഒരു സംഘം വരുന്ന ചിത്രമാണ് അതിൽ നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ബൈഡൻ പിന്മാറി എന്നുള്ള വാർത്തയാണ്. അതിന് തൊട്ടുമുകളിലായി അർജുന്റെ ലോറി ഗംഗാവലിയിൽ എന്ന തലക്കെട്ടോടുകൂടി അർജുന് വേണ്ടിയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ടൊരു ചിത്രത്തോടുകൂടി ആ വാർത്തയുമുണ്ട്. ഈ 3 വാർത്തകളാണ് ഇന്ന് കേരള കൗമുദി പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയും നൽകിയിട്ടുള്ളത് ഈ 3 പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത സമ്പർക്ക പട്ടികയിലെ 7 പേർ നിപ്പ നെഗറ്റീവ്, കുട്ടി മരിച്ചു, അതീവ ജാഗ്രത എന്ന തലക്കെട്ടോടുകൂടി നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അതിന് തൊട്ടുതാഴെയായി അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് സൈന്യം ഇറങ്ങി, അർജുനെ തിരഞ്ഞുള്ള സൈന്യം എത്തിയിട്ടുണ്ട് എന്ന വാർത്ത. എവിടെ അർജുനും ട്രക്കും എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിന് വലതുഭാഗത്തായി ബൈഡൻ പിന്മാറി, കമലയ്ക്ക് സാധ്യത എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്തകൾ. അതായത് ജോൺ ബൈഡൻ പിന്മാറിയാൽ പിന്നീട് അവിടെ ആര് മത്സരിക്കണമെന്ന ചോദ്യത്തിന് ബൈഡൻ പിന്താങ്ങുന്നത് ഇന്ത്യൻ വംശജയായ കമല ഹാരിസിനെയാണ് എന്ന വാർത്തയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. അതാണ് ബൈഡൻ പിന്മാറി, കമലയ്ക്ക് സാധ്യത എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത അർജുന് വേണ്ടിയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. 6ാം നാളും അർജുനെ കണ്ടെത്താനായില്ല, കാത്തിരിപ്പ് എന്ന തലക്കെട്ടോടുകൂടി ആ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു വലിയ ദൃശ്യം നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം സങ്കടം, നിപ്പ ചികിത്സയിലായിരുന്ന 14കാരൻ മരിച്ചു എന്ന തലക്കെട്ടോടുകൂടി ആ 14കാരന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് ഒരു സംഘം നൽകുന്ന ചിത്രത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ബൈഡന്റെ പിന്മാറലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബൈഡൻ പിന്മാറി, കമല ഹാരിസിനെ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന തലക്കെട്ടോടുകൂടി കമല ഹാരിസിനെ ചേർത്ത് നിർത്തി ബൈഡൻ നിൽക്കുന്ന ഒരു ചിത്രമാണ് ആ വാർത്തയ്ക്ക് അവർ നൽകിയിട്ടുള്ളത്. മലയാള മനോരമ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിപ്പ പ്രതിരോധ നടപടികൾ ഊർജിതം, മരണം വീണ്ടും എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. എന്നാൽ മലയാള മനോരമ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് മറ്റു പത്രങ്ങൾ നൽകിയതുപോലെയുള്ള പ്രാധാന്യം നൽകിയിട്ടില്ല. അതിന് പകരം കണ്ണൂർ മങ്ങാട്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായതുമായി ബന്ധപ്പെട്ട് ജലബോംബ് എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. 60 അടിയോളം വെള്ളമുള്ള ക്വാറിയുടെ ഒരു വശത്ത് നിന്നും ഇടിഞ്ഞു വീണ കല്ലും മണ്ണും തീർത്ത ആഘാതത്തിൽ 40 അടിക്ക് മുകളിലേക്ക് ഉയർന്നെത്തിയ വെള്ളം എതിർവശത്തെ 2 വീടുകൾ തകർത്ത വാർത്തയാണ് മലയാള മനോരമ ഇന്നത്തെ മറ്റ് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമവും ഇന്ന് പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്തകൾ നിപ്പ ബാധിച്ച 14കാരൻ മരണപ്പെട്ട വാർത്തയാണ്. അതിൽ ആ മരണപ്പെട്ട കുട്ടിയുടെ, അതായത് അഷ്മിൽ ഡാനിഷിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിപ്പ ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ മൃതശരീരം മറവ് ചെയ്യുന്ന ചിത്രവും അതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറ്റു പത്രങ്ങളിൽ നിന്ന് മാധ്യമം ഇന്ന് പ്രാധാന്യം നൽകിയിട്ടുള്ളത് PSCയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ്. PSC വിവരങ്ങൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ടോടുകൂടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത 65 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐഡിയും പാസ്വേഡും സൈബർ ഹാക്കർമാർ PSCയുടെ സെർവറിൽ നിന്ന് ചോർത്തി ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചു എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം എന്താണ് ഡാർക്ക് വെബ് എന്ന ഒരു വിശദീകരണവുമുണ്ട്. മറ്റു പത്രങ്ങൾ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തപ്പോൾ മാധ്യമം അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ആദ്യ പേജിൽ US തെരഞ്ഞെടുപ്പ്, ബൈഡൻ പിന്മാറി എന്ന ചെറിയൊരു വാർത്ത മാത്രമേ നൽകിയിട്ടുള്ളൂ. പക്ഷേ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തിരച്ചിൽ ഇനി പുഴയിലേക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയും ഇന്ന് പ്രാധാന്യത്തോടുകൂടി മറ്റു പത്രങ്ങൾ നൽകിയിട്ടുള്ള വാർത്തയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിശയിലാണ് വാർത്തകൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത കേരളത്തിൽ തെരുവുനായ നിയന്ത്രണം പാളുന്നു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. 5 മാസത്തിനിടെ നായകൾ ആക്രമിച്ചത് 1.26 ലക്ഷം പേരെ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന തെരുവുനായ നിയന്ത്രണ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് എന്ന വിശദീകരണമാണ് ആ വാർത്തയിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം നിപ്പ ചികിത്സയിലിരുന്ന വിദ്യാർത്ഥി മരിച്ച വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ വാർത്തയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ദേശീയപാതയിൽ അർജുന്റെ ലോറി കണ്ടെത്തിയില്ല,
തെരച്ചിൽ പുഴയിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ പുഴയിലേക്ക് നീണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ദീപിക നൽകിയിരിക്കുന്നത്. ജന്മഭൂമി അർജുന്റെ തെരച്ചിലിന് വേണ്ടിയുള്ള വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അർജുൻ അകലെ എന്ന തലക്കെട്ടോടുകൂടി. ഒപ്പം തന്നെ നിപ്പ ബാധിച്ച് മരണപ്പെട്ടു പോയ 14-കാരന്റെ വാർത്തയും നൽകിയിട്ടുണ്ട്. വീണ്ടും നിപ്പ മരണം എന്ന തലക്കെട്ടോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ജന്മഭൂമി ആദ്യ പേജുകളിൽ എവിടെയും തന്നെ നൽകിയിട്ടില്ല. ഇനി ഓരോ പത്രങ്ങളും പ്രധാനപ്പെട്ട മറ്റ് വാർത്തകളായി നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി സർക്കാർ സേവനങ്ങളുടെ തുക വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ തലക്കെട്ട് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പിഴിച്ചിൽ ചികിത്സ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ചെമ്മീൻ ചാടിക്കാൻ കേരളത്തിന്റെ നയതന്ത്രം എന്ന തലക്കെട്ടോടുകൂടി കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലിന് കേരളത്തിന്റെ ശ്രമം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ് പ്രാധാന്യത്തോടെ മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ യുപിയിലെ കാവടി യാത്ര വഴികളിലെ പെരു പ്രദർശന ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധം എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതിന് സർവകക്ഷി പ്രതിഷേധം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കെത്തിയ യുവതി ചികിത്സാ പിഴവ് കൊണ്ട് മരണപ്പെട്ട വാർത്തയാണ് ദീപികയിൽ നൽകിയിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്ത. യുവതി ആശുപത്രിയിൽ മരിച്ചത് ചികിത്സാ പിഴവ് കൊണ്ട്. നെയ്യാറ്റിൻകരയിൽ മൃതദേഹവുമായി ഉപരോധ സമരം സംഘർഷം എന്ന തലക്കെട്ടോടുകൂടി മരണപ്പെട്ടു പോയ കൃഷ്ണപ്രിയയുടെ ചിത്രവും അതിൽ നൽകിയിട്ടുണ്ട്. ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന വാർത്തയും പ്രാധാന്യത്തോടെ ദീപിക ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി പോലീസ് സേനയിലെ ഏറ്റവും തന്ത്രപ്രധാന യൂണിറ്റായ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ വിഭാഗത്തിലേക്കുള്ള PSC റാങ്ക് പട്ടിക നോക്കുകുത്തിയാകുന്നു എന്ന ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. നിയമനം 5% മാത്രം, പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ റാങ്ക് പട്ടിക നോക്കുകുത്തി എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം മൊബൈൽ BSNL അടിയന്തര ഇടപെടലുമായി കേന്ദ്രം മൊബൈൽ BSL 3 ലാബ് കോഴിക്കോട്ട് എത്തിച്ചു എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയുണ്ട്. ഒപ്പം പാർലമെന്റിൽ മൺസൂൺ സമ്മേളനം എന്ന് തുടങ്ങുമെന്ന വാർത്തയും ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം 24-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന വാർത്തയാണ് കേരള കൗമുദി പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിൽ സംവരണം കുറച്ച് ബംഗ്ലാദേശ് സുപ്രീം കോടതി എന്ന തലക്കെട്ടോടുകൂടി രാജ്യത്തെ പ്രക്ഷോഭകളമാക്കിയ വിവാദ സംവരണ നിയമം തിരുത്തി ബംഗ്ലാദേശ് സുപ്രീം കോടതി എന്ന വാർത്തയാണ് പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ നെയ്യാറ്റിൻകരയിലെ ചികിത്സാ പിഴവിൽ മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ ചിത്രത്തോടുകൂടിയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. എല്ലാ പത്രങ്ങളുടെയും സ്പോർട്സ് പേജിൽ നിന്ന് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള സ്റ്റോറികളും മറ്റുമാണുള്ളത്. എന്തായാലും അടുത്ത ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും മറ്റ് അപ്ഡേഷൻസുമായി കാണാം. നമസ്കാരം.